Hi students, welcome to the class. Now we can go to the second chapter of the fourth module, that is decision theory. ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് ഒരു ഓർഗനൈസേഷനിലെ മാനേജറുടെ റോളാണ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും ഡേ ടു ഡേ. അപ്പം ആ ഡിസിഷൻസ് എല്ലാം ഒരു എഫക്റ്റും ഉണ്ടാകും. ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിലൂടെ അത് റോങ് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരും. വളരെ റൈറ്റ് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് നല്ല ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കാനും സാധിക്കും. അപ്പം ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഓർഗനൈസേഷനിലുണ്ട്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കോഴ്സസ് ഓഫ് ആക്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യുമ്പോഴാണ് അത് ഡിസിഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഒറ്റ കോഴ്സ് ഓഫ് ആക്ഷൻ മാത്രമേ അല്ലെങ്കിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ യു വിൽ സെലക്ട് ദാറ്റ് ചോയ്സ്. ദർ ഈസ് നോ നീഡ് ടു ടേക്ക് എനി ഡിസിഷൻ. അപ്പം ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ വരുമ്പോഴാണ് വി ഹാവ് ടു പിക്ക് an alternative course of action from among a number of alternatives അല്ലേ. അപ്പോൾ അവിടെ ആ ഡിസിഷന് വളരെ ആക്യുറസി ഉണ്ടാവുക, ആ ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. ഇപ്പോൾ ഡിസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഷോർട്ട് റണ്ണിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതാകാം, അല്ലെങ്കിൽ ലോങ് റൺ ഓർ ബിസിനസ്സിൻ്റെ ലോങ് റണ്ണിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നതാകാം നമ്മുടെ ഡിസിഷൻ. അപ്പം നമ്മൾ ഒരു ഷോർട്ട് റണ്ണിലാണ് ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദാറ്റ്സ് എ ടാക്റ്റിക്കൽ ഡിസിഷൻ. ആൻഡ് ഇഫ് എ ഡിസിഷൻ has a far reaching effect during the course of business, it is strategic decision. അതായത് ഓർഗനൈസേഷനിൽ മൊത്തത്തിൽ അതിന് വളരെ ലോങ് റണ്ണിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രാറ്റജിക് ഡിസിഷൻ ആണെന്ന് പറയാം. അപ്പം ടാക്റ്റിക് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനാണ്. ദാറ്റ് ഈസ് എ ടാക്റ്റിക്കൽ ഡിസിഷൻ. ആൻഡ് ഇപ്പം ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാം എന്നുള്ള അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ലോങ് റൺ എഫക്റ്റാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിസിഷൻസാണ് നമുക്ക് ഓർഗനൈസേഷനിൽ എടുക്കേണ്ടി വരിക. അപ്പം ഇതിൻ്റെ അകത്തെല്ലാം ഇതിൻ്റെ ഈ ഒരു ഡിസിഷൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മാക്സിമം നമുക്ക് റോങ് ഡിസിഷൻ ആകാതിരിക്കുക. റോങ് ആകാനുള്ള സാധ്യത മാക്സിമം നമുക്ക് കുറയ്ക്കുക. റോങ് ആയി കഴിഞ്ഞാൽ വി മേ ഹാവ് ടു റിഗ്രറ്റ് ദ ഡിസിഷൻ അല്ലേ. നമ്മൾ ആ ഡിസിഷൻ എടുത്തു പോയതിൽ നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ച് നമ്മൾ വിഷമിക്കാൻ ഇടവരാതെ അതിൻ്റെ ആ ഒരു സാധ്യത നമുക്ക് മാക്സിമം കുറയ്ക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ദർ ഈസ് ഓൾവേസ് സം അൺസർട്ടനിറ്റീസ്. എപ്പോഴും നമുക്ക് അൺസർട്ടൺ ആയിട്ടുള്ള ഈവൻസുകൾ സംഭവിക്കാം. അപ്പം ആ ഈവൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കണം. അപ്പം ഇവിടെ ഡിസിഷൻ തിയറി എന്നുള്ള ആ ഒരു ഇതിലോട്ടാണ് നമ്മൾ വരുന്നത്. ഡിസിഷൻ തിയറി എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഡിസിഷൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിന് നമുക്ക് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തിയറീസാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ഈ മെത്തേഡ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ആ ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ അതിൻ്റെ ആ ഒരു ഡിഗ്രിയെ നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഡിസിഷൻ തിയറിയെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിന് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിസിഷൻ തിയറി എന്നുള്ളത് നമുക്കൊന്ന് ചുരുക്കി പറയാം. ദാറ്റ് ഇൻ എവറി സിറ്റുവേഷൻസ് ദെയർ എക്സിസ്റ്റ് സം അൺസർട്ടനിറ്റി അല്ലേ. നമുക്ക് എപ്പോഴും ഒരു കാര്യവും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പല സിറ്റുവേഷൻസിലും സാധിക്കാറില്ല. ആ ഒരു അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ വി ക്യാൻ യൂസ് സം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു ടേക്ക് ആൻ ആക്യുറേറ്റ് ഡിസിഷൻ. അപ്പം നമ്മളുടെ ഡിസിഷൻ നമ്മൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ഡിസിഷൻ എടുത്തതിൽ നമുക്ക് എന്ത് ചെയ്യാം? ചില സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മളുടെ ഡിസിഷൻ്റെ ആക്യുറസി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ്റെ ഡിഗ്രി നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് സാധിക്കും ഇൻ കേസ് ഓഫ് അൺസർട്ടൺ സിറ്റുവേഷൻസ്. മനസ്സിലായി? അപ്പം അങ്ങനെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുമായി ബന്ധപ്പെട്ട തിയറീസാണ് ഈ ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. അതായത് ഡിസിഷൻ നമ്മൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിസിഷൻ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിയറീസിനെയാണ് നമ്മൾ ഡിസിഷൻ തിയറി എന്ന് വിളിക്കുന്നത്. So statistical decision theory is a term used to apply to those methods for solving decision problems in which uncertainty plays crucial role.
ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പല സ്റ്റേജസിലൂടെയാണ് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്, അല്ലേ? വേരിയസ് സ്റ്റേജസ് ഇൻ ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആർ പെർസീവിങ് ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്തിനാണ് ആ ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാകും. എന്തിനാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്? ദെൻ ഡിറ്റർമൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? ദെൻ കളക്ഷൻ ഓഫ് റെലവൻറ്റ് ഇൻഫർമേഷൻ. അപ്പം ഡിസിഷൻ എടുക്കുന്നതിന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ആവശ്യമായി വരും. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി ഡിസിഷൻ എടുക്കുന്നത്. ദെൻ ആ ഇൻഫർമേഷനിൽ നമുക്ക് മനസ്സിലായിട്ട് ഇതിൽ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ, ഒരുപാട് ചോയ്സസ് ഉണ്ട്, അല്ലേ? അപ്പം സോ വി ഹാവ് ടു ഇവാലുവേറ്റ് ദീ ചോയ്സ്. ഈ ചോയ്സസ് എല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വി ക്യാൻ ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അതിൻ്റെ അത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അത് ഇപ്പം നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ ഒരു കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെ ദെയർ ആർ ലോട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, അല്ലേ? അപ്പോൾ അവിടെ നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഒരുപാട് ഇതുപോലെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും. അത് ഇവാലുവേറ്റ് ചെയ്ത് അവസാനം നമ്മളൊരു ഫൈനൽ ഡിസിഷൻ, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പം ഇത് ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് എ ഡിസിഷൻ പ്രോബ്ലം. ഒരു ഡിസിഷൻ പ്രോബ്ലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓർ പാർട്സ്. ഡിസിഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഡിസിഷൻ എടുക്കാനായിട്ട് ഒരാളുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസിഷൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ദെയർ മേ ബി ലോട്ട് ഓഫ് ചോയ്സസ്. നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പം ലോട്ട് ഓഫ് ചോയ്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദെയർ ആർ ലോട്ട് ഓഫ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഈവൻറ്റ്സ്, സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഉണ്ടായിരിക്കും. അൺകൺട്രോളബിൾ ആണത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി എൻവയോൺമെൻറ്റ്, അതുണ്ടാകും. ആ ഡിഫറെൻറ്റ് കോഴ്സസ് ഓഫ് ആക്ഷനും അത് ഈ എൻവയോൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെൻറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഔട്ട്കം ഉണ്ടായിരിക്കും, അല്ലെ? നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മളുടെ ഒരു ഡിസിഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഹാസ് എ ഡിസിഷൻ മേക്കർ, then number of alternatives, then different states of nature and outcome of the decisions. അപ്പം പ്രധാനമായിട്ടും 4 കമ്പോണൻസ് ആണ്. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കർ ആണ്. ഡിസിഷൻ മേക്കർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് എ ഡിസിഷൻ, അല്ലെ? ഒരു ഡിസിഷൻ എടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആരിലാണോ വെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പേഴ്സണെയാണ് നമ്മൾ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. ഹി ഹാസ് ടു സെലക്ട് എ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ സെറ്റ് ഓഫ് പോസിബിൾ കോഴ്സസ് ഓഫ് ആക്ഷൻ. അപ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ചോയ്സ് ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ഒരു പിന്നെ ഒരുപാട് ചോയ്സ് ഉണ്ടാകാം, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തെ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ഫ്യൂച്ചറിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യത അതായിരിക്കുമല്ലോ നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പം അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പിന്നെ ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ അത് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ചോയ്സസ് ഉണ്ട് ഓരോ കാര്യത്തിലും. ഇപ്പം ബിസിനസ്സിന് നല്ലോണം പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ചോയ്സ് ഉണ്ട്. പ്രോഫിറ്റ് ഏതൊക്കെ രീതിയിൽ കൂട്ടാൻ സാധിക്കും എന്നുള്ളതിന് നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ ആ ചോയ്സ് ഒന്നുകിൽ പ്രൈസ് കുറയ്ക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാം, അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ഒരുപാട് പോപ്പുലറൈസ് ചെയ്ത് സെയിൽസ് കൂട്ടി പ്രോഫിറ്റൊക്കെ കൂട്ടാം. അങ്ങനെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പം ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ചോയ്സസ് എന്ന് പറഞ്ഞില്ല, അതിനെയാണ് നമ്മൾ ആക്ട്സ് അല്ലെങ്കിൽ കോഴ്സസ് ഓഫ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഡിസിഷൻ മേക്കർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ നമുക്ക് സ്ട്രാറ്റജീസ് എന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഡിസിഷനാണ്. അപ്പം ദ ഡിസിഷൻ ഇൻവോൾവ്സ് എ സെലക്ഷൻ എമംഗ് 2 or more ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഡിസിഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ചോയ്സ് ഉണ്ടായിരിക്കണം. ആ ചോയ്സിൽ നിന്ന് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. അവിടെ ഒറ്റ ചോയ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഡിസിഷനായിട്ട് എടുക്കാനൊന്നുമില്ല, നമ്മൾ ആ ചോയ്സ് അങ്ങ് ചൂസ് ചെയ്താൽ മതി, അല്ലേ? അപ്പം നമുക്ക് ഒരുപാട് പിന്നെ ചോയ്സസ് ഉണ്ട്. ആ ചോയ്സസിന് നമ്മൾ യൂഷ്വലി നമുക്ക് A1, A2, A3, A4 എന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാം. പിന്നെ മനസ്സിലായില്ലേ? അപ്പം അതാണ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ആക്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈവൻ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ്. അപ്പം
ഇവൻ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ആ ഒരു ഒബ്ജക്റ്റീവിനെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഒക്യുറൻസ് ആണ്. അതെന്ന് പറയുന്നത് ഔട്ട് ഓഫ് കൺട്രോളാണ്. നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ആണ്, എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ആണ് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ദ ഈവൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസീവ് സെറ്റ് ഓഫ് ഔട്ട്കംസ്. ഇവിടെയും നമുക്ക് ഒരുപാട് ഈവൻറ്റ്സുകൾ ഉണ്ടാകും, ഒരൊറ്റ ഈവൻറ്റ് ഉണ്ടാകും എന്നുള്ളതല്ല, ഒരു സെറ്റ് ഓഫ് ഔട്ട്കംസ് ആണ്. അതായത് നമുക്ക് പോസിബിൾ ഒരു എൻവയോൺമെൻറ്റിൽ സംഭവിക്കാവുന്ന ചില സിറ്റുവേഷൻസ് ആണ്. നമ്മളുടെ ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ കൺട്രോളിലല്ലാതെ സംഭവിക്കാവുന്ന ചില ഔട്ട്കംസ് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആയിട്ടുള്ള സെറ്റ് ഓഫ് ഔട്ട്കംസ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, അതായത് കനോട്ട് അക്വയർ ബോത്ത് അറ്റ് ദ സെയിം ടൈം. അതായത് ഒരു സെറ്റായിട്ടുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം അവിടെ സംഭവിക്കത്തില്ല. അതായത് ഇത് രണ്ട് സിറ്റുവേഷൻസ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ സംഭവിച്ചാൽ വേറൊരു സിറ്റുവേഷൻ സംഭവിക്കത്തില്ല, പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈവൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൺട്രോളിലല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാം, സെയിൽസിന് മാറ്റമൊന്നും ഉണ്ടാകാതെ ഇരിക്കാം, സെയിൽസ് കുറയാം. മനസ്സിലായോ? അപ്പം ഇതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുക. പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കുന്ന കാര്യമാണ്. സെയിൽസ് സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കൂടും. സെയിൽസിന് മാറ്റമൊന്നും വരാതിരുന്നാൽ അത് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് കുറയ്ക്കും. അപ്പം ഈ സെയിൽസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല ഫാക്ടേഴ്സാണ് അതിനെ ബേസ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് സിറ്റുവേഷൻസ് ഒക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം സെയിൽസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാം ചില കാര്യങ്ങൾ, നമുക്കൊരു പ്രോബബിലിറ്റി ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് ആ സെയിൽസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് പറയാം. അപ്പം അത് അങ്ങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒക്യുറൻസ് അതാണ് ഈവൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഔട്ട്കം ആണ്. നമുക്കൊരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു, അതെന്തായാലും തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ അതിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്തു, അതിന് പറ്റിയ ആ ഒരു സിറ്റുവേഷനിലൂടെ അത് കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് വിളിക്കുന്നത്. അപ്പം ടു എവറി ആക്ട് ഇൻ കോമ്പിനേഷൻ വിത്ത് എവറി സ്റ്റേറ്റ് ഓഫ് നേച്ചർ, അതായത് ഒരു കോഴ്സ് ഓഫ് ആക്ഷനും ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് വിളിക്കുന്നത്. ഇതിനെ കണ്ടീഷണൽ വാല്യൂ എന്ന് നമ്മൾ പറയാറുണ്ട്. That is when the decision maker select a particular act under a particular state of nature, the result obtained is called outcome. മനസ്സിലായില്ല? ഔട്ട്കം നമുക്ക് സാധാരണ നമുക്ക് പ്രോഫിറ്റായിട്ടോ അല്ലെങ്കിൽ അതായത് നമുക്ക് ഒരു പ്രത്യേക ആക്ഷൻ അല്ലെങ്കിൽ പ്രത്യേക ഒരു ചോയ്സ് നമ്മൾ എടുത്തു, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്, അതിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട് അത് പ്രോഫിറ്റ് ആകാം, അല്ലെങ്കിൽ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലോസ് ആകാം. അതായത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഡിസിഷൻ എടുക്കാത്തത് മൂലം നമുക്ക് നഷ്ടപ്പെടുന്നതാകാം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആകാം. ഇങ്ങനെയൊക്കെ രീതിയിലാണ് ഔട്ട്കംസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഡിസിഷൻ പ്രോബ്ലത്തിൽ നമ്മൾ കമ്പോണൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു ഡിസിഷൻ മേക്കർ, ദെൻ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ ഈവൻറ്റ്സ്, ദെൻ ഇറ്റ്സ് ഔട്ട്കംസ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേ ഓഫ് ആണ്. പേ ഓഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ഓൾട്ടർനേറ്റീവ് ഡിഫറൻറ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഉണ്ടായിരിക്കും, അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഈവൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു റിസൾട്ടിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്താൽ, അതായത് ഇപ്പം നമുക്ക് നമ്മൾ ന്യൂമറിക്കലി നമ്മളത് എക്സ്പ്രസ് ചെയ്താൽ, ഇപ്പം എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് A1 ഒരു
ഡിഫറെൻറ്റ് ചോയ്സ് A1 A2 A3 എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ചോയ്സസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സസിൽ നമ്മൾ A1 നമ്മൾ ചൂസ് ചെയ്തു. അപ്പം ആ A1 എന്ന് പറയുന്ന പിന്നെ ഇത് ചൂസ് ചെയ്തപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് നേച്ചർ നമ്മൾ S1 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് ന്യൂമറിക്കലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. അതിപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ 100 rupees നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ നമ്മൾ ന്യൂമറിക്കലി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി അതിൻ്റെ ഒരു റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മളുടെ ആ ഒരു റിസൾട്ടിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ നമുക്ക് കിട്ടുന്ന അതിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഈൽഡ് ഗുഡ് റിസൾട്ട്. ഒരു കോഴ്സ് ഓഫ് ആക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുഡ് റിസൾട്ടിനെയാണ് നമ്മൾ പേ ഓഫ് എന്ന് പറയുന്നത്. ഇത് മോണിറ്ററി ഗെയിൻ ആകാം, അല്ലെങ്കിൽ അതെന്തായാലും ഈൽഡ് ഗുഡ് റിസൾട്ട് തന്നെ ആവണമെന്നില്ല, നമുക്കത് ചിലപ്പോൾ ലോസ് ആകാം അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. That is payoff. It can be interpreted as the outcome in quantitative form when the decision maker adopt a particular strategy and a particular state of nature. Okay, then opportunity loss അല്ലെങ്കിൽ regret. Opportunity loss അല്ലെങ്കിൽ regret എന്ന് പറയുന്നത് നമ്മളൊരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എടുക്കാത്തത് മൂലം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു മോശമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് മൂലം നമുക്കുണ്ടാകുന്ന നഷ്ടത്തെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് നേച്ചേഴ്സും ഉണ്ടാകാം. അപ്പം ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഈ 3 ഓൾട്ടർനേറ്റീവ്സിലും നമ്മൾ നോക്കും. ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ഈ 3 ഓൾട്ടർനേറ്റീവ്സും നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പേ ഓഫ്, നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എത്ര ആണെന്ന് നമ്മൾ നോക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു പർട്ടിക്കുലർ ആക്ഷൻ ഉണ്ടാകും, അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടാകും. അതിൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ പർട്ടിക്കുലർ ഓൾട്ടർനേറ്റീവിലായിരിക്കും നമുക്കൊരു ബെസ്റ്റ് ഈൽഡ് കിട്ടുന്നത്. അപ്പം ആ ഒരു ഈൽഡാണ് ബെസ്റ്റ് നമ്മളുടെ ഡിസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഈൽഡ് കിട്ടുന്നതാണ് നമ്മളുടെ ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാതെ നമ്മൾ വേറൊരു ഡിസിഷനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പം A1 A2 A3 എന്ന് പറയുന്നതാണ് 3 ഓൾട്ടർനേറ്റീവ്സ് എന്ന് വിചാരിക്കുക. സ്റ്റേറ്റ്സ് ഓഫ് നേച്ചറിൻ്റെ അകത്ത് S1 S2 S3 ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് S1 ആണ് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന S1 ആണ്. അപ്പോൾ ഈ S1-ന് 3 ഓൾട്ടർനേറ്റീവ് കോഴ്സസിലും നമുക്കുണ്ടാകുന്ന ഔട്ട്കംസ് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കുക, സെക്കൻഡ് ഔട്ട്കം എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക, തേർഡ് ഔട്ട്കം എന്ന് പറയുന്നത് 15 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ലാസ്റ്റ് ഓപ്ഷൻ എടുത്തപ്പോഴാണ്. അതായത് നമ്മൾ A3 S1 ആ ഒരു ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പക്ഷേ ആദ്യത്തേതാണ് സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ A1 S1 ആണ് നമുക്ക് സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഈൽഡേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടത് എത്രയാണ്? നമ്മൾ 15 നമുക്ക് കിട്ടുമായിരുന്നു, അവിടെ നമുക്ക് 5 കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 10 അവിടെ നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ആ ഒരു നഷ്ടത്തിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത്. നമുക്ക് ഉള്ള പല ഓൾട്ടർനേറ്റീവ്സിൽ നമ്മൾ മോശമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് ബെസ്റ്റായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവിൽ നമുക്ക് നഷ്ടം എത്രയാണോ വരുന്നത് അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്പർച്യൂണിറ്റി ലോസ് ഇസ് ദ ലോസ്റ്റ് ഇൻകേർഡ് ബിക്കോസ് ഓഫ് ഫെയിലർ ടു ടേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ. അപ്പം അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം വരുമ്പോൾ നമുക്കത് പറയാം. ഓപ്പർച്യൂണിറ്റി ലോസസ് ആർ കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ദാറ്റ് മൈറ്റ് ഒക്കർ. അതായത് എത്രമാത്രം ഓപ്പർച്യൂണിറ്റി ലോസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഫോർ എ ഗിവൻ സ്റ്റേറ്റ് ഓഫ് നേച്ചർ the opportunity loss of an act is the difference between payoff of that act and payoff of for the best act that could have been selected. അതാണ് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ അകത്തോട്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്, അതും കൂടെ പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ പേ ഓഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ്. ദെൻ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത് നമ്മൾ ബെസ്റ്റ് പോസിബിൾ റിസൾട്ട് എടുക്കാത്തത് മൂലം നമ്മൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ എടുത്തത് മൂലം നമുക്ക് അവിടെ നഷ്ടമാകുന്നതാണ് ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.
ദെൻ പേ ഓഫ് ആൻഡ് റിഗ്രറ്റ് ടേബിൾസ്, അതായത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഡിഫറൻറ്റ് ഔട്ട്കംസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പേ ഓഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മളുടെ ഔട്ട്കമ്മിനെ പ്രസൻറ്റ് ചെയ്യുന്നതാണല്ലോ പേ ഓഫ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് ഒരു ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിഗ്രറ്റ് ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ലോസിനെ നമ്മൾ ഒരു ടേബിളായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ റിഗ്രറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം പേ ഓഫ് ടേബിളും റിഗ്രറ്റ് ടേബിളും അത് മെട്രിക്സ് ഫോമിലാണ്. അത് ആക്ട്സും ഈവൻസും നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ സൈഡിലായിട്ട് നമ്മൾ ആക്റ്റുകളും അതുപോലെ തന്നെ ഈവൻസുകൾ. ആക്ട് നമ്മൾ പറഞ്ഞല്ലോ ഡിഫറൻറ്റ് ചോയ്സസ് ആണ്. അതുപോലെ ഈവൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പം ഇത് രണ്ടും നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടേബിളിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് അല്ലെങ്കിൽ പേ ഓഫ് നമ്മൾ ആ ടേബിളിനകത്തായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് കൺസിഡർ ദ എക്കണോമിക് ഓഫ് ദി പ്രോബ്ലം ബൈ കാൽക്കുലേറ്റിംഗ് എ കണ്ടീഷണൽ പേ ഓഫ് വാല്യൂ ഫോർ ഈച്ച് ആക്ട് ആൻഡ് ഈവൻറ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഓരോ ആക്റ്റും ഓരോ ഈവൻറ്റും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പം അതുപോലെ തന്നെ റിഗ്രറ്റ് ടേബിൾ എന്ന് പറയുന്നതും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ലോസ് നമ്മൾ ഓരോ ആക്റ്റും ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മോശമായിട്ട് എടുക്കുന്ന പിന്നെ ആക്റ്റും ഇവൻറ്റും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് തന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ടിൽ നമ്മൾ ഏറ്റവും മോശമായത് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം, അതാണ് നമ്മൾ റിഗ്രറ്റ് ടേബിളിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ ഗിവൻ ടു ടേബിൾസ്, ദാറ്റ് ഈസ് പേ ഓഫ് ടേബിൾ ആൻഡ് റിഗ്രറ്റ് ടേബിൾ. പേ ഓഫ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് A1, A2, A3 എന്ന് പറഞ്ഞ് നമുക്ക് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഡിഫറൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. അതായത് നമുക്ക് പല രീതിയിൽ നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ, ആ ചോയ്സാണ് A1, A2, A3 എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ S1, S2, S3 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് നേച്ചറാണ്. അതായത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഈവൻറ്റ്സ്, അത് എന്തുവാകാം. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് S1, A2, A1 എന്ന് പറയുന്ന ആ ഒരു ചോയ്സ്, S1 എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് 2 ആണ്. A2 എന്ന് പറയുന്ന ചോയ്സ് S1 എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഈൽഡ് ചെയ്യുന്നത് 3 ആണ്. ദെൻ A3 എന്ന് പറയുന്ന ചോയ്സ് S1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ കിട്ടുന്ന ഈൽഡ് 10 ആണ്. മനസ്സിലായല്ലോ. അപ്പം ഈ 3 ഓൾട്ടർനേറ്റീവ്സും ഈ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ 3 ഈൽഡുകൾ ഉണ്ടാക്കുന്നുണ്ട്, 2, 3 ആൻഡ് 10. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഈൽഡ് നമുക്കറിയാം A3 എന്ന് പറയുന്ന ആ ഒരു ചോയ്സ് S1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈൽഡാണ് ഏറ്റവും കൂടിയ ഒരു ഈൽഡ് എന്ന് പറയുന്നത്. ഞാൻ ആ ഫസ്റ്റ് റോ മാത്രമാണ് പറയുന്നത്. അപ്പം അത് 10 ആണ്. മനസ്സിലായല്ലോ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ ഒരു റിസൾട്ടാണ് പേ ഓഫ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ S2 എന്ന് പറയുന്ന ഇവൻറ്റ് S2 എന്ന് പറയുന്ന ഈവൻറ്റ് A1 എന്ന് പറയുന്ന ആ ഒരു ചോയ്സിൽ S1, S2 എന്ന് പറയുന്ന ഈവൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കവിടെ ഈൽഡ് ഒന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് A2 എന്ന് പറയുന്ന ചോയ്സ് S2 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ 5 ആണ് ഈൽഡ് കിട്ടുന്നത്. ദെൻ A3 എന്ന് പറയുന്ന ചോയ്സ് S2 എന്ന് പറയുന്ന ഈവൻറ്റിൽ 15 ആണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഈവൻറ്റിലും അതിൻ്റെ റിസൾട്ട് ഔട്ട്കം ക്വാണ്ടിറ്റേറ്റീവ്ലി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചോയ്സസും നമ്മൾ ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഈൽഡാണ് പേ ഓഫ് ടേബിളിൽ കാണിക്കുന്നത്. ദെൻ റിഗ്രറ്റ് ടേബിൾ കാണിക്കുന്നത്. അപ്പോൾ ഈ പേ ഓഫ് ടേബിൾ വെച്ച് തന്നെയാണ് നമ്മൾ റിഗ്രറ്റ് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം റിഗ്രറ്റ് ടേബിളും ഞാൻ പറയാം. റിഗ്രറ്റ് ടേബിളിന് നമ്മൾ ടൈറ്റിൽ റിഗ്രറ്റ് ടേബിൾ എന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ ടോപ്പ് പാർട്ടിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കാണിക്കാം, A1, A2 ആൻഡ് A3. ദെൻ അതിൻ്റെ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ നമുക്ക് S1, S2, S3 എന്നുള്ളത് തന്നെ കാണിക്കുക. നമ്മുടെ ഫസ്റ്റ് റോ എടുക്കുക. ഞാൻ ഫസ്റ്റ് റോ പറഞ്ഞായിരുന്നല്ലോ, ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് അതുപോലെ S1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നമുക്ക് കിട്ടുന്ന ഈൽഡ് എത്രയായിരുന്നു? 2 ആയിരുന്നു. ദെൻ A2, S1 കമ്പൈൻ ചെയ്യുമ്പോൾ 3 ആണ് ഈൽഡ് കിട്ടുന്നത്. A3, S1 കമ്പൈൻ ചെയ്യുമ്പോൾ 10 ആണ് ഈൽഡ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്നത് നമുക്ക് മൂന്നാമത്തെ
ഓൾട്ടർനേറ്റീവും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ 1 വരുമ്പോഴാണ് 10 ആണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പം നോക്കിക്കേ, നമ്മൾ ഫസ്റ്റ് ചോയ്സും S1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് നേച്ചറും കമ്പൈൻ ചെയ്താണ് എടുത്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് 2A കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ നമുക്കവിടെ നഷ്ടമായത് എന്താണ്? നമ്മൾ മൂന്നാമത്തെ ചോയ്സ് എടുക്കാത്തത് മൂലം, ഫസ്റ്റ് ചോയ്സ് എടുത്തത് മൂലം നമുക്ക് എന്താണ് നഷ്ടം വന്നത്? അവിടെ ഒരു 8 ഡിഫറൻസ് വരുന്നുണ്ട്. 8ൻ്റെ നഷ്ടം നമ്മൾ കാണാനായിട്ട് സാധിക്കും. അതായത് 10 - 2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമ്മളവിടെ റിഗ്രറ്റ് ടേബിളിൽ എത്രയാണ് എഴുതേണ്ടത്? 8 ആണ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ചോയ്സ് ആണ്, അതായത് സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് 3 ആണ്, അല്ലെങ്കിൽ പേ ഓഫ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അവിടെ നമ്മൾ മൂന്നാമത്തെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാത്തത് മൂലം, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് A3 S1 ആണ്, അത് ചൂസ് ചെയ്യാത്തത് മൂലം നമുക്ക് എത്ര നഷ്ടപ്പെട്ടു? 7 നഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ലോസ് അല്ലെങ്കിൽ റിഗ്രറ്റ് ടേബിളിൽ നമ്മൾ കാണിക്കുന്ന 7 എന്ന് പറയുന്നത്. അതായത് 10 - 3 7. ദെൻ മൂന്നാമത്തെ ആ ഒരു കോളം നോക്കുക. അപ്പോൾ അതിൻ്റെ അതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ A3 S1, അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കവിടെ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഈൽഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള പേ ഓഫ് എന്ന് പറയുന്നത്. അപ്പം നമുക്കവിടെ നഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് 0 ആണ്. 10 - 10 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പേ ഓഫ് ടേബിളിൽ നിന്നും നമ്മൾ റിഗ്രറ്റ് ടേബിൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നത്. ഇൻ ദ പേ ഓഫ് ടേബിൾ എവരി ഫിഗർ റെപ്രസെൻറ്റ്സ് ഔട്ട്കം ടു ദ ഡിസിഷൻ മേക്കർ വെൻ ഹി സെലക്ട് എ പെർട്ടിക്കുലർ ആക്ട് അണ്ടർ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അപ്പം ഓരോ ആക്റ്റുകളും ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിലും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കം ആണ് നമ്മൾ പേ ഓഫ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, മെട്രിക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, വെൻ എ സെലക്ട് A2 അണ്ടർ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S2 ഹിസ് ഗെയിൻ ഈസ് 5. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? A2വും അതുപോലെ തന്നെ അണ്ടർ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ S2, A2 എന്ന് പറയുന്ന ചോയ്സ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ S2വിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടിയിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു റോ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടിയിരിക്കുന്ന ഡിഫറൻറ്റ് ഗെയിൻസ് നോക്കിക്കേ. ഫസ്റ്റ് 0 ആണ്, സെക്കൻഡ് 5 ആണ്, തേർഡ് 15 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് മാക്സിമം കിട്ടിയിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ നോക്കുക, ആ 15, ഇപ്പോൾ ഫസ്റ്റ് ചോയ്സിൽ നമുക്ക് 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 15 - 0 എന്ന് പറയുന്നത് 15 തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫുള്ള് നമ്മളുടെ ആ മാക്സിമം ഗെയിൻ നമുക്കവിടെ നഷ്ടപ്പെട്ടു. സെക്കൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, പിന്നെ 10 ആണ് നഷ്ടപ്പെടുന്നത്. അതായത് 15 - 5 10 ആണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ പേ ഓഫ് ടേബിളും റിഗ്രറ്റ് ടേബിളും കാണിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലവും പറയുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് പ്രിപ്പറേഷൻ, ദാറ്റ് ഈസ് ലെറ്റ് എവരി റോ ഓഫ് പേ ഓഫ് ടേബിൾ റെപ്രസെൻ്റ് എ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആൻഡ് എവരി കോളം റെപ്രസെൻ്റ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഈ ടേബിൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഓരോ പേ ഓഫ് ടേബിളിൻ്റെ ഓരോ റോയും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് നേച്ചറും അതുപോലെ തന്നെ ഓരോ കോളവും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കോഴ്സ് ഓഫ് ആക്ഷനുമാണ് അല്ലെങ്കിൽ ചോയ്സസുമാണ്. ദെൻ ഫ്രം ഈച്ച് റോ സെലക്ട് ദ ഹയസ്റ്റ് പേ ഓഫ് ആൻഡ് സബ്സ്ട്രാക്ട് ഓൾ പേ ഓഫ് ദാറ്റ് റോ ഫ്രം ഇറ്റ്. ദേ ആർ ദി ഓപ്പർച്യൂണിറ്റി ലോസസ്. ചുരുക്കി പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ റോയും എടുത്തിട്ട് ആ ഓരോ റോയിലും വന്നിരിക്കുന്ന ഹയസ്റ്റ് പേ ഓഫ് ഏതാണെന്ന് നോക്കുക. ആ ഹയസ്റ്റ് പേ ഓഫിൽ നിന്നും അല്ലെങ്കിൽ ഹയസ്റ്റ് ഗെയിനിൽ നിന്നും ബാക്കി ആ റോയിൽ വന്നിട്ടുള്ള മറ്റ് പേ ഓഫ്സുകൾ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഫിഗേഴ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസസ് ആയിട്ട് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ എക്സാമ്പിൾ 1 വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു പേ ഓഫ് ടേബിളിൽ നിന്നും ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ അല്ലെങ്കിൽ റിഗ്രറ്റ് ടേബിൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സ് ആണ് നമുക്ക് ഓരോ കോളംസും ഡിഫറൻറ്റ് ചോയ്സസ് ആയിട്ട് A1 A2 A3 തന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ E1 E2 E3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് റോ, അതായത് E1 എന്ന് പറയുന്ന ഒരു റോ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് പേ ഓഫ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് പേ ഓഫ്സ് ഏതൊക്കെയാണ്? 156 153 ആൻഡ് 150. E1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ ആ ഒരു റോ നോക്കുമ്പോൾ ഇത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഗെയിൻ ഏതാണ്? 156 ആണ്. അപ്പം ഈ ഒരു 156നെ നമ്മൾ എന്ത് ചെയ്യുക? 156ൽ നിന്നും ബാക്കി ഈ റോയിൽ വന്നിരിക്കുന്ന മറ്റ് 2 ഗെയിൻസുകളും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? ആ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ അല്ലെങ്കിൽ റിഗ്രറ്റ് ടേബിൾ കിട്ടും. ആ ഒരു റോ നമുക്ക് ആ ഒരു ടേബിളിലെ റോ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സെയിം ആയിട്ട്
നമ്മൾ റിഗ്രറ്റ് ടേബിളും ഇതേ ഫോമിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. അതായത് A1 A2 A3 എല്ലാം നമ്മൾ ടോപ്പ് പാർട്ടിലും അതുപോലെ തന്നെ റോസ് ആയിട്ട് E1 E2 E3യും കാണിക്കുക. എന്നിട്ട് ഈ ഒരു 156 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 156 തന്നെ ആയതുകൊണ്ട് 156 മൈനസ് 156 വരും, ദാറ്റ് ഈസ് 0 ആണ്. ദെൻ സെക്കൻഡ് A2 E1 ആ ഒരു പൊസിഷനിൽ 156 മൈനസ് 153 എത്രയാണ്? 3 വരും. അപ്പോൾ നമ്മുടെ റിഗ്രറ്റ് ടേബിളിൽ 3 കാണിക്കുക. ദെൻ മൂന്നാമത്തെ A3 E1 എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ 150 ആണ് കിടക്കുന്നത്. അപ്പോൾ 156 മൈനസ് 150 ദാറ്റ് ഈസ് 6 വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ പിന്നെ പൊസിഷനും നമ്മൾ ഫില്ല് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ E2 വരുവാണെന്നുണ്ടെങ്കിൽ E2 എന്ന് പറയുന്ന റോയിൽ ഹയസ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് 158 ആണ്. 156 158 155 അതിൻ്റെ 158 ആണ്. ആ 158 എല്ലാ ഈ റോയിലുള്ള എല്ലാം കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുക, ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. 158 മൈനസ് 156 വരുമ്പോൾ 2 ആണ്. 158 മൈനസ് 158 0 ആണ്. 158 മൈനസ് 155 3 ആണ്. അപ്പം ലാസ്റ്റ് റോ നോക്കുമ്പോൾ 156 158 160 ആണ്. ഇതിൻ്റെ ഹയസ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് 160 ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഫിഗറിനെ ബാക്കിയുള്ള എല്ലാ ഫിഗേഴ്സും അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 160 മൈനസ് 156 4 ആണ്. 160 മൈനസ് 158 2 ആണ്. 160 മൈനസ് 160 0 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.